അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ ഒന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ സബ്ജക്റ്റുകളുടെ തദ്രീബാത്ത് വർക്കുകൾ വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയിട്ട് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം, അഫ്ളലു ദിക്ർ. അപ്പം ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. പണക്കാർ കൂടുതൽ പ്രതിഫലങ്ങൾ നേടുന്നു. ഞങ്ങളെപ്പോലെ അവർ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, അതോടൊപ്പം അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പാവപ്പെട്ട സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എല്ലാ നിസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും 33 തവണ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു പ്രാവശ്യം ചൊല്ലുക. എങ്കിൽ സമുദ്രത്തിലെ നുരയോളം നിങ്ങൾക്ക് പാപങ്ങളുണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും. നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് സ്വർഗപ്രവേശത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമാവില്ല. ഏതൊക്കെയാണ് നിസ്കാരശേഷമുള്ള ദിക്റുകൾ? ഉസ്താദിന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ജാബിർ ഉപ്പയോട് ചോദിച്ചു. ദിക്റുകൾ എഴുതിയ പുസ്തകത്തിലെ നിസ്കാരശേഷമുള്ള ദിക്റുകൾ എന്ന അധ്യായം ഉപ്പ ജാബിറിന് കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ ദിക്റുകളാണ് നോക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അത് 3 തവണ ചൊല്ലണം. അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഹതീഅത്തിൻ വ അതൂബു ഇലൈഹി വ അസ്അലുഹു തൗബ അല്ലാഹുമ്മ അൻതസ്സലാമു വ മിൻകസ്സലാം വ ഇലൈക യർജിഉ സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ദാറസ്സലാം തബാറകത റബ്ബനാ വ തആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇനി അടുത്ത ദിക്ർ നോക്കൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. ഇനി അടുത്തത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഗ്ലമു മാ ബൈന ഐദീഹിം വ മാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയ്യുഹു സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അടുത്തത് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാ 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് 10 പ്രാവശ്യം. ഇനി നോക്കൂ, സുബ്ഹിനും മഗ്രിബിനും ശേഷം താഴെ കാണുന്ന ദിക്റുകൾ കൂടി ചൊല്ലുക. അതായത് പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ദിക്റുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അത് 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അത് 7 പ്രാവശ്യം. ഇതെല്ലാം നീ മനപ്പാടമാക്കണം. ഉപ്പ പറഞ്ഞു. ജാബിർ ദിക്റുകൾ മനപ്പാടമാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ നിസ്കാര ശേഷമുള്ള ദിക്റുകളാണ് പഠിച്ചത്. നിങ്ങൾ ഈ ദിക്റുകളൊക്കെ മനപ്പാടം പഠിക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അതിന്റെ അർത്ഥം അൽഹംദുലില്ലാ മീസാനിനെ നിറക്കും. ഈ പാഠത്തിന്റെ അവസാനത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന ബോക്സുകളിൽ കൊടുത്തിരിക്കുന്നതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം.
തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. അവരുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. പണക്കാർ കൂടുതൽ പ്രതിഫലങ്ങൾ നേടുന്നു. ഞങ്ങളെപ്പോലെ അവരും നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, അതോടൊപ്പം അവർ ദാനധർമ്മങ്ങളും ചെയ്യുന്നു എന്ന് പാവപ്പെട്ട സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടിയാണിത്. അപ്പൊ ഇതാണ് അവിടുത്തെ സന്ദർഭമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുറത്തിബ്, ക്രമത്തിലാക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുള്ള ദിക്റുകളൊക്കെ ക്രമം തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ക്രമത്തിലാക്കണം. നോക്കൂ, അല്ലാഹുമ്മ അൻതസ്സലാം, ഹയ്യിന റബ്ബന ബിസ്സലാം, യാദൽ ജലാലി വൽ ഇക്റാം, വ മിൻകസ്സലാം, വ അദ്ഖിൽന ദാറസ്സലാം, വ ഇലൈക യർജിഉ സലാം, തബാറകത റബ്ബന വ തആലൈത. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ദിക്ർ അത് നമ്മൾ ക്രമത്തിലാക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. നമുക്ക് നോക്കാം. അല്ലാഹുമ്മ അൻതസ്സലാം, വ മിൻകസ്സലാം, വ ഇലൈക യർജിഉ സലാം, ഹയ്യിന റബ്ബന ബിസ്സലാം, വ അദ്ഖിൽന ദാറസ്സലാം, തബാറകത റബ്ബന വ തആലൈത, യാദൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ തെറ്റാതെ അതവിടെ എഴുതി കൊടുക്കുക. നുറത്തിബ്, അതിലെ രണ്ടാമത്തെ ദിക്ർ വലാ മുഅ്തിയ ലിമാ മനഗ്ത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വലാ റാദ ലിമാ ഖളൈത വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വലാ മുബദ്ദില ലിമാ ഹക്കംത. അപ്പൊ ഇവിടെയും നമുക്ക് ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ക്രമത്തിൽ എടുത്തെഴുതണം. നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഗ്ത വലാ റാദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അപ്പൊ നിങ്ങൾ തെറ്റാതെ അതും നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതുക. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം പണക്കാർക്ക് ദാനധർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന പ്രതിഫലം കിട്ടാൻ പാവപ്പെട്ട സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിർദ്ദേശം എന്ത്? അതിന്റെ ഉത്തരം നോക്കൂ. എല്ലാ നിസ്കാര ശേഷവും സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും 33 തവണ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു പ്രാവശ്യം ചൊല്ലുക. എങ്കിൽ സമുദ്രത്തിലെ നുരയോളം നിങ്ങൾക്ക് പാപങ്ങളുണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി. രണ്ടാമത്തെ ചോദ്യം നിസ്കാരശേഷം ദിക്റുകൾ ചൊല്ലുന്നതിനുള്ള പ്രതിഫലം വിവരിക്കുക. അതിന്റെ ഉത്തരം എല്ലാ നിസ്കാരശേഷവും ദിക്റുകൾ ചൊല്ലിയാൽ സമുദ്രത്തിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും. നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമാവില്ല. മൂന്നാമത്തെ ചോദ്യം ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണ്? ആയത്തിന്റെ നമ്പർ എഴുതുക. അതിന്റെ ഉത്തരം നോക്കൂ. സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്ത്. നാലാമത്തെ ചോദ്യം സുബ്ഹിന് ശേഷവും മഗ്രിബിന് ശേഷവും ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകൾ ഏതെല്ലാം? ഉത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അത് 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ അത് 7 പ്രാവശ്യം. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നക്തുബുൽ മഅന, അർത്ഥം എഴുതാനുള്ളതാണ്. 1. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അതിന്റെ അർത്ഥം മഹാനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. 2. സുബ്ഹാനല്ലാ, അതിന്റെ അർത്ഥം അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. 3. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. 4. അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ. 5. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. 6. വഹ്ദഹു ലാ ശരീക ലഹു, അള്ളാഹു
അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം തഹസീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ എന്നൊരു ഹെഡിങ് കൊടുക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 തവണ, അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അത്തൂബു ഇലൈഹി വ അസ്അലുഹു തൗബ അല്ലാഹുമ്മ അൻതസ്സലാമു വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ദാറസ്സലാം തബാരകത റബ്ബനാ വ തആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇനി രണ്ടാമത്തെ ദിക്ർ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഇനി അടുത്തത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഗ്ലമു മാ ബൈന ഐദീഹിം വ മാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അടുത്തത്. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാ 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം. അടുത്തത്. സുബ്ഹിനും മഗ്രിബിനും ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അത് 7 പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ ചാർട്ടിൽ ഈ ദിക്റുകളൊക്കെ വൃത്തിയായിട്ട് എഴുതുക. ഇനി നോക്കൂ, തഹസീസ് അതിലെ രണ്ടാമത്തെ പ്രവർത്തനം. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചാർട്ടിൽ എഴുതിയിട്ടുള്ള ഈ ദിക്റുകൾ നിങ്ങൾ പഠിച്ചിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.